അപ്പോൾ നമ്മുടെ 2024 കൊല്ലങ്കോട് യാത്രയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണ്ടിട്ട് ഇത് കാണാൻ. കാരണം ഈ മാംഗോ വില്ലേജ്, നിങ്ങൾ ഈ കണ്ട മാംഗോ വില്ലേജ് ഉണ്ടാ, ഇതെന്താണെന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് ഫസ്റ്റ് പാർട്ടിൽ അത് മുഴുവനായിട്ടുണ്ട്. പിന്നെ ആ പുറകിലോട്ടുള്ള വഴി സീതാർകുണ്ട്, കൊല്ലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ളതാണ്. 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര ഈ സെക്കൻഡ് പാർട്ടാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേനും അത് നമ്മുടെ ആസയിച്ചേട്ടൻ്റെ കടയുണ്ട് കൊല്ലങ്കോട് സീതാർകുണ്ടിനടുത്ത്. അദ്ദേഹത്തിൻ്റെ കടയിൽ ആ ഒരു എന്താണ് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ ആരംഭിക്കുന്നത്. പിന്നെ അതേ ഇവിടെ നടക്കുന്നത് ഒരു രസകരമായ സംഭവമാണ്. അതിൽ നിന്ന് നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് അങ്ങോട്ട് ആരംഭിക്കാം. ഒരാളെന്നെ വായനശാലയാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞ അല്ലെന്ന്, അവൻ സമ്മതിക്കണില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയേക്കണേ കേട്ടോ. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടു. ഭയങ്കര സംസാരിക്കണം. നീ എന്ത് ചെയ്യാൻ പോണം? നീ എന്ത് ചോദിക്കും? ഇവനാണ് നമ്മളിത് ഇത് വായനശാലയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. ഇവിടെ നോക്കിയാൽ കാണാത്ത ചായക്കടയാണ്. കാരണം അവിടെ ഓൾറെഡി ബോർഡ് ചെയ്യുന്ന നേരത്തെ കണ്ടാണ്. ഇപ്പം പറയാം വായനശാലയാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നാണ്. അവൻ തന്നെ വായനശാലയാണെന്നും പറഞ്ഞു കൊണ്ടുവന്നാണ് ചായക്കട. നിനക്ക് അങ്ങനെ തന്നെ അമ്മച്ചിക്കാരൻ പോയിട്ട് സന്തോഷം. ചെല്ല അതെ അതെ, വില്ലേജ് ഫുഡ് അല്ല ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേ. ചേച്ചിയുടെ പേരെന്താണ്? ആമിന. ആമിന താത്തിന്. അപ്പൊ നമുക്ക് ഇന്ന് ഫുഡ് വിളമ്പാൻ പോകാം. അടിപൊളി, സന്തോഷം. അല്ല നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണേ? ഗോലി ബജ്ജ എന്ന് പറയും ഞങ്ങളുടെ. പക്കോട. ഇവിടെ പാടത്ത് പുല്ല് പറിക്കുന്നവരും ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെയും ഇഷ്ട വിഭവങ്ങൾ ഒന്നാണ് ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കഴിച്ചു നോക്കിയതാ. നോക്കി നോക്കണ്ട, നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. ഞാൻ കഴിക്കുന്നുണ്ട്. കടലമാവും എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞു? ഇത് കടലമാവ്, കുറച്ച് മൈദാമാവ് ചേർത്തു. പിന്നെ ഉള്ളി, പച്ചമുളക്, മല്ലിയില, കറുവേപ്പില, മുളക് പൊടി, ഉപ്പുപൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങൾ ചേർത്താണ്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. പിന്നെ കായപ്പൊടി കൂടി ചേർത്താം. കായപ്പൊടി കൂടി ആഡ് ചെയ്യും. ചമ്മന്തി, ഇതിനോട് ചമ്മന്തി ഉണ്ട്, ഇഡ്ഡലിപ്പൊടി. ചമ്മന്തി ഏറ്റവും ബെസ്റ്റ്. എങ്ങനെയാണ് നോക്കി ടേസ്റ്റ് നോക്കി? എങ്ങനെയുണ്ട്? നീ ആണെന്ന് നോക്കിട്ടെ കേട്ടാ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം തന്നെ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ. നിങ്ങൾ കഴിച്ചാലോ പിന്നെ എന്റെ വായിലോട്ട് നോക്കിയിരിക്കുന്നത്. ഈ കാട്ടുവാസികൾക്ക് കിട്ടുമെന്നുള്ളത് അറിയില്ലല്ലോ. നാട്ടുവാസികൾ കഴിക്കുന്ന ഇപ്പൊ എന്ത് വേണേലും പറയാലോ. ഞാൻ ക്യാമറമാനും നിങ്ങൾ പ്രൊഡ്യൂസറായി പോയല്ല. നേരെ തിരിച്ചാടി വെച്ചെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ അല്ലേ. ഒന്നും പറയട്ടെ. കിട്ടില്ല റവിയേ, കിട്ടില്ല. പണി തുടങ്ങിട്ടാ. ഒന്നും പറയാനോ. പരീക്ഷടാ മുട്ടക്കറി കണ്ടിട്ടെ. എനിക്ക് കണ്ടിട്ട് കൊതിയുമാണ്. രാവിലെ എന്നിട്ടാണ് നോക്കിക്കോട്ടോ. ആ വാഴയില ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൊതിയിട്ടുണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. വീഡിയോയില് മാത്രമേ ആ കോഴി എന്തുദ്ദേശിച്ചാണ് മുട്ടയിട്ട് അത് നടന്നില്ല. നമ്മൾ നേരത്തെ വിഷയമായി കാണിച്ചിരുന്നത് കസൻ ചേട്ടൻ്റെ കടയാണ്. അവിടെ നിന്നാണ് നമ്മ ഈ പറഞ്ഞ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ വെച്ചേക്കണം. ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പ്രതിവേട്ടൻ കഴിച്ചാ? കഴിച്ചിട്ട് വന്നത്. പ്രതിവേട്ടൻ കുറേ നമ്മുടെ നല്ല കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പിലിട്ടാ മതിയല്ലോ. സംഭവം നിങ്ങൾ പ്രൊഡ്യൂസർ ആണെങ്കിലും ഒന്ന് ഇടക്കൊക്കെ ഒന്ന് എടാ നീ കഴിച്ചാ വെറുതെ എങ്കിലും ചോദിക്കണം. കാരണം എന്താ വെച്ചിട്ടാ ഇതിന് നമ്മള് ഇലക്ക് പടക്കി പിന്നിലാണ് സദ്യക്ക്. അപ്പൊ നമ്മള് നമ്മളോട് ചോദിക്കണ കാര്യമില്ല. അപകടം ആരും വിളിച്ചു വരുത്തില്ല. അപ്പൊ നമ്മൾ എടുക്കണുണ്ട് ഇടിയപ്പം മുട്ടക്കറി. പോന്നോട്ടെ സോണിയ, പോന്നോട്ടെ.
നോക്കി കളർ കോമ്പിനേഷൻ മാത്രം മതി കേട്ടോ അല്ലേ? ടേസ്റ്റ് അതുക്കും മേടിയിരിക്കും, കണ്ടാൽ തന്നെ അറിയാം. ഞാനൊരു മുട്ട കടിക്കുന്നത് കോഴി കാണണ്ട. ചമ്മന്തി ഉണ്ടല്ലേ? പിന്നെ എന്താണെന്ന് അറിയണ്ടേ? അല്ല എന്താണ് ഇവരുടെ ടേസ്റ്റൊക്കെ നോക്കണ്ടേ നമുക്ക്? കൊതിപ്പിക്കണല്ല, ഞാൻ കഴിക്കാൻ പോണേ അല്ലേ? അതിനൊരു മോഡുലേഷൻ ഉണ്ട്. കറക്റ്റ് നാടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇതൊന്നും ശീലമില്ലാത്തതാണ്, നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിച്ചു കഴിഞ്ഞു, കിട്ടില്ലായിരുന്നു, ഫുഡ് കിട്ടില്ലായിരുന്നു ഒന്നും പറയാം. അതെ, വേറൊരു സാധനം തള്ളാണ്. അന്ന് തള്ളിക്കോ, സാധാരണഗതിയിലേ നമ്മുടെ സിനിമ പ്രൊഡക്ഷൻ ടീമില് മണിയമ്പിള്ള രാജുവിന്റെ പ്രൊഡക്ഷൻ ടീമിലാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ അതിനെല്ലാം മാറ്റുന്ന രീതിയിലോട്ടാണ് EBN ഇന്ത്യ നമ്മളെ ഈ പ്രൊഡക്ഷൻ ടീമിനും അവരുടെ സഹപ്രവർത്തകർക്കും കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവം വെച്ച് നിങ്ങളും പറയില്ല, നല്ല വാക്ക് നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കും, നിങ്ങളാണല്ലോ കഴിച്ചത്. പക്ഷെ നിങ്ങൾ നല്ലത് ആരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സത്യം, യാഥാർത്ഥ്യം ഇതാണ് കേട്ടോ. പൊടിച്ചിട്ടുണ്ട് പോരെ? അല്ലേ, പുള്ളി പറഞ്ഞതിൽ വലിയ കാര്യമുണ്ടോ? വളരെ കറക്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ചുമച്ചത്. ഇട്ടാ പോണ്. അപ്പൊ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇനി വരുമ്പോ കാണാം. ഓക്കെ ചേട്ടാ, ഓക്കെ. എന്നാ പൊന്നാണോ കൂടെ? നമ്മളെ ഏതാണ്ട് ആ മലയുടെ താഴെയായിരുന്നു തോന്നുന്നു. ഇങ്ങനെയാണ് ഇറങ്ങിപ്പോ വന്നത് വഴി. ഇത് നോക്കി, ഇവിടുത്തെ ലൊക്കേഷൻ നോക്കി, അടിപൊളിയല്ലേ നോക്കി. ഓഫ്, ഇവിടേക്ക് ഓടി നടക്കണം സത്യം പറഞ്ഞാൽ. 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് വേണം നടക്കാൻ നോക്കി. പിന്നെ ഇതെല്ലാം ഒരേ റൂട്ടിലാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോണത് അതിനോട് ഒരു 500 മീറ്റർ മുമ്പായിട്ടാണ് നമ്മുടെ മാംഗോ വില്ലേജ്. അതിനും 1-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാക്സിമം ഉള്ളൂ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാം തൊട്ടടുത്താണ്. നിങ്ങൾ ഒരു 2-3 ദിവസമൊക്കെ പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്താലും എന്ത് രസമായിട്ട് കിട്ടുമെന്ന് അറിയാം. അത്രയും നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. ഒന്ന് നേരിട്ട് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും എൻ്റെ കൊതി തീർന്നിട്ടില്ല. എനിക്ക് അവിടെ ഒരു മിനിമം ഒരു 3 ദിവസമോ 4 ദിവസമോ വ്ളോഗ് എടുക്കാൻ വേണ്ടി തന്നെ പോയി നിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം എന്നാലേ അവിടുത്തെ എനിക്ക് ഒരു മുഴുവനായിട്ട് ആയില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് ആ വീഡിയോസൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കാണുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഒരു മിനിമം ഒരു 3 ദിവസമെങ്കിലും അവിടെ പോയി സ്റ്റേ ചെയ്ത് നിന്നെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇതുപോലുള്ള നമ്മുടെയൊക്കെ മുന്നിൽ നിന്ന് കൺമറിഞ്ഞ കുറേ കാഴ്ചകൾ ഇപ്പോഴും അവിടെ സുലഭമാണ്. അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥിര കാഴ്ചയാണ്. അവിടെ ഉള്ളവർക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർ അവിടെ ചെന്നാൽ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒന്നും പറയാനില്ല. ഇതിൽ എന്താ പറയുക, ബാക്കിലെ മലമുകളൊക്കെ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അത് നേരിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും ചെന്ന് എൻജോയ് ചെയ്യുക, സമയം കിട്ടുന്നവരെല്ലാവരും പോയി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നില്ലെങ്കിൽ ആശാന്റെ അഞ്ചത്ത്, ഇല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നാണ്. അതിപ്പോൾ മാറി. ഒന്നില്ലെങ്കിൽ ക്യാമറമാൻ്റെ അഞ്ചത്ത്, ഇല്ലെങ്കിൽ ഡയറക്ടറിന്റെ മുതുകത്ത്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോഷൂട്ട് തീർന്നില്ല ഇതുവരെ. ഇതാണ് പാലക്കാട് കൊല്ലങ്കോട് എന്നുള്ള അവസ്ഥ. അതിനാണ് സർവത്ത് പറഞ്ഞ നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് വർക്കിൻ്റെ ആവശ്യമായിട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അവിടുത്തെ കാഴ്ചകളും കൂടി ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അങ്ങനെ എന്താണ് ഇനി ഉച്ചക്കത്തെ ഫുഡിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ സീതാർകുണ്ടിനോട് അടുത്ത് തന്നെയുണ്ട്, തൊട്ടടുത്താണ്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഉദയഞ്ചേണ്ട ചായക്കടയുടെ മുന്നിലാണ്. ആ ചായക്കട രസമുണ്ട്. അതിൻ്റെ മേലിൽ മത്തങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കൃഷിയുടെ. അപ്പോൾ എന്തായാലും ഈ ഒരു കുടിലിൽ, ഈ ചെറിയൊരു കുടിലാണ് ചായക്കട നടക്കുന്നത്. പക്ഷേ കിടിലം ഫുഡാണെന്ന് കണ്ട് എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നേക്കണം എല്ലാവരും കൂടി. എന്തായാലും അതിൻ്റെ അകത്തേക്ക് കയറണം. അതിൻ്റെ അകത്തെ വിശേഷങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. എന്താണ് സ്പെഷ്യൽ പറഞ്ഞേക്കണത്? ഇടിയിറച്ചി ഇന്നലെ തന്നെ പറ്റിച്ചു എല്ലാവരും കൂടി. എവിടെ എന്താണ് ഇത്? വെജാണ്, ഇങ്ങോട്ട് പിടിക്കണ്ട അല്ലേ ചേട്ടാ? എന്താണ് സ്പെഷ്യല്? മറ്റേ ചാള പൊരിച്ചോ? അയിലയുണ്ട്, അടിപൊളി. ഉച്ചക്കത്തെ ഉദയം ചേട്ടാ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം. വീണ്ടും അവസരം ഒത്തു വന്നേക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ പറയാനുള്ള പ്രതീക്ഷ കേട്ടോ. നാടൻ ഫുഡാണ്. നാടൻ ഫുഡ് നല്ല ധൈര്യമായിട്ട് കഴിക്കാം അല്ലേ? ഇത് വെജാണ്. ഊണെങ്ങനെയുണ്ട്? നമ്മൾ പോയി എനിക്ക് രസം ഒരു ഗ്ലാസ് ഊണ് അടിപൊളി, സൂപ്പർ. അരുൺ എങ്ങനെയുണ്ട്?
അപ്പോൾ ഞങ്ങൾക്കുള്ള റെഡിയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കട്ടെ. ജോബി ചേട്ടാ, ഒറ്റ കാര്യം, ഫുഡ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ ഫുഡാണ്, അടിപൊളി ഫുഡാണ്. നമുക്ക് ആർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ വന്ന് ഭക്ഷണം കഴിച്ചാലും അത് നല്ലതല്ലാണ്ട് ഒരു അഭിപ്രായം പോലും മോശം പറയില്ല. തീർച്ചയായിട്ടും. കാരണം അത്രയും മനോഹരമാണ്. ഓക്കെ, ചാളയും അയിലയും ഇതൊക്കെ ഇടലും ഫുഡാണ്. ഹോട്ടലിൽ മാറണ്ട. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതേ നോക്കി, അല്ല ബോർഡൊക്കെ കാണിച്ച് വെറുതെ പറഞ്ഞല്ല. ഇത് നോക്കി, ഇതേ ചേട്ടാ, ഇതേണ്ട, ഇതേ കഴിച്ചിട്ട് പാർസലും മേടിച്ചിട്ട് പോകണം. ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലേ? അത് എന്തുകൊണ്ടാണ് മേടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റിയാണ്. ഇതെന്താണ് ഇത്? ഇത് വല്ല കീ കൊടുത്ത പോകണം. നോക്കി, ഇതേ കടിക്കരുത്. ഹരി, നമ്മുടെ കൂട്ടത്തിലെ പുതിയൊരാളും കൂടി വരുന്നുണ്ട്. ഹരി, ഒരു ഹായ് തന്നെ. ഇതേതാ സ്ഥലം? ഏതാണ് സ്ഥലത്തിൻ്റെ പേര്? സ്ഥലം കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് അല്ലേ? ഹരി പറഞ്ഞാണ് ഇതിലേ പോയാൽ മതി, അതിലേ പോകരുതെന്ന്. പാമ്പുണ്ടെന്ന്. എവിടെ പാമ്പ്? കയറിയാ? ആ, ഹരിനെ കണ്ട് പേടിച്ചു പോയതാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സ്ഥിരമാണ്. അപ്പൊ ഇപ്പൊ നമ്മളെങ്ങോട്ട് പോകണ്ട? നേരെ കാണാൻ ഞങ്ങക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 3 മൈല് കറക്റ്റായിട്ട് പറയണം കേട്ടാ. നിങ്ങളൊക്കെ ഏതാണ്ട് എനിക്ക് വരെ മാറിപ്പോ. ഇതുണ്ട്, പിന്നെ കളിസ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. എവിടെ? ആ, അതിന്റെ മേലിലുണ്ട് കേട്ടോ. പക്ഷെ അത് വ്യക്തമാവില്ല എനിക്ക്. പറഞ്ഞ ആദ്യം പറക്കണ. യെസ്. ഹായ്. ഇനി കാടും മലയും അല്ലേ? കാട് മാത്രമേ ഉള്ളൂ, മലയില്ല. പാമ്പുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് നോക്കി പോണം കേട്ടോ. വേണ്ടാ പാമ്പ് വീണ്ടും പാമ്പ്. എടാ ഇങ്ങനെ പോയി അങ്ങനെ ഞങ്ങളും അങ്ങനെ വന്നോ? നീ ആളുകളെല്ലാം അവനോട് നീ പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ചാടിപ്പോയി. പ്രവീണോട് പിന്നെ ഇടി പാമ്പുണ്ടെന്നോടാ. ഇവിടെ അതല്ലേ നിൽക്കണേ. കണ്ടിക്ക് ഇങ്ങോട്ട് ഓടണ്ട വന്ന് എന്ത് ചെയ്യും? മിണ്ടല്ലേ. കാര്യോട്ട് എടി ശരിക്കും ഉണ്ട്. പക്ഷേ ഉണ്ട് കാര്യോട്ട്. അവൻ പറഞ്ഞ ഹരി പറഞ്ഞ പോര്. അല്ല അത് പോയിട്ടുണ്ടാവും. ആ പോര്. അത് ഞാനിപ്പോൾ ചാടിയേ കരുതിയാണ്. പക്ഷേ ശരിക്കും ഉണ്ട്. ചേച്ചി പറഞ്ഞാൽ അവിടെയാണ് കുളമെന്ന്. അവിടെയാണല്ലേ? അങ്ങനെ ഞങ്ങൾ വർക്കിൻ്റെ ആവശ്യവുമായിട്ടൊരു ലൊക്കേഷൻ നോക്കി ഇങ്ങനെ പല കാട്ടിലൂടെയും പാടത്തൂടെയൊക്കെ കുറേ നടന്നിട്ടാണ് ആ നാടൻ പ്രദേശമൊക്കെ നമുക്ക് അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒപ്പം തന്നെ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഈ വൈകുന്നേരം ആവുന്നതിന് മുന്നേ നമുക്ക് ഈ വർക്കും തീർക്കണം, അതിൻ്റെ ഒപ്പം വ്ളോഗും നടക്കണുണ്ട്, മനസ്സിലായി? അപ്പോൾ വർക്കാണല്ലോ മെയിൻ. ഒരാളുടെ കാര്യത്തിന് പോയിട്ട് നമ്മളത് തീർത്ത് കൊടുക്കണം എന്തായാലും. അപ്പോൾ ഈ ഇരുട്ടായി വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ഷോട്ട് എടുക്കാനുള്ള ലൊക്കേഷൻ കിട്ടണില്ല. അങ്ങനെ ഞങ്ങൾ പല പാടത്തുകൂടിയും അല്ലെങ്കിൽ പല ചിറയൊക്കെ നോക്കിയൊക്കെ പോയി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ നടന്ന് കിലോമീറ്ററോളുകളും. കാരണം നമുക്കറിയില്ലല്ലോ ആ ഏരിയ എങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ ഇറക്കി നിർത്താൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ പല സ്ഥലങ്ങളിലും നടന്ന് അവസാനം ഒരു മഴയും വന്നു, നമ്മുടെ വൈകുന്നേരമായി, നമ്മുടെ വെളിച്ചവും പോവാറായി. ആ ഒരു അവസ്ഥയിൽ നമുക്ക് ലാസ്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടി. കിടില സ്ഥലമായിരുന്നു. ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിച്ചു തരാൻ കേട്ടാ. എല്ലാവരെയും കുരുട്ട് ബുദ്ധി വെച്ച് മയക്ക് വീഴ്ത്തുന്ന ആൾ ഇവിടെ തോറ്റുപോയി. മീനെ കിട്ടണില്ല. ഒറ്റപ്പിടി പിടിച്ചാൽ പോലെ തീറ്റ കൊടുക്കുന്ന ആളുടെ കൈപുണ്യത്തിന്റെ പ്രശ്നം വേണ്ടാന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മീനെ കാണിച്ചേ അവനെ പോലെ ഇരിക്കണം, ഒരു ഭംഗിയിലാണ്ട്. അങ്ങനെയാണോ? അതിനോടെ ആ താടിയും കൂടിയുള്ള മീനാണോ തിരിഞ്ഞിരിക്കുന്നത്? ഇത് കണ്ട, ഇത് വേറൊരു ലൊക്കേഷൻ നോക്കി വന്നാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഷൂട്ടിൻ്റെ കാര്യമായിട്ട്. ഹായ്. ആ പാമ്പ് അവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു, തൊട്ട് ഫ്രണ്ട് ഭാഗത്ത് അവിടെ പാമ്പ്. എന്നാ പോട്ടെ, ഏകാന്തമായി പോട്ടെ. എവിടെയാണ് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു കുറച്ച്. കുഴപ്പമില്ല, കുട്ടി പിന്നെ ഇഷ്ടം പോലെ മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റണില്ല.
മരത്തിന്റെ മേളിലോട്ടേക്ക്. അതെന്താണ്? നീ ഇന്റെ സൗണ്ട് കേട്ടിട്ടല്ലേ? അങ്ങനെ ഞങ്ങൾ പോയി ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചെറിയുടെ അവിടെ എത്തി. അത് ചെറിയയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായില്ല. ലാസ്റ്റ് നമ്മൾ പോയ സ്ഥലം നിങ്ങൾക്ക് കാണേണ്ടതാണ്. ആ സ്ഥലത്തിൻ്റെ പേര് യാക്കര എന്നാണ്. യാക്കരയിൽ ഭാരതപ്പുഴയൊക്കെ പല സ്ഥലങ്ങളിൽ പല പേര് വരാറുണ്ടെന്ന് അവിടെയുള്ള ചേട്ടൻ പറഞ്ഞു. എന്തായാലും അടിപൊളി, നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഈ യാക്കര എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ യാക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞാൽ വെളിച്ചവും പോണ്, പിന്നെ മഴ ഒരു 5 മിനിറ്റ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 മിനിറ്റ് അവിടെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മനോഹര കാഴ്ചയാണ്. കുറേ ആൾക്കാർ വന്ന് കുളിക്കുന്നു. ഒരു ഡാം, കുഞ്ഞ് ഡാമിൻ്റെ ഫീലാണ്. അതായത് എന്താ പറയുക, ചെക്ക് ഡാം എന്ന് തന്നെയാണ് പറയണത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ ചൂണ്ടിടാൻ ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ വല വീശാൻ പിടിക്കാൻ വേണ്ടി വല വീശുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ആൾക്കാർ കുളിക്കാൻ വേണ്ടി നല്ലൊരു പ്ലേസ്. കാരണം ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ഞാൻ ഒരിക്കലും കൂടി പറയുന്നത് ഈ യാക്കര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, പാലക്കാട്. അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യണ ഒരു വിഷ്വലും കൂടി ഞാൻ കാണിച്ചാണ് നിങ്ങളെ. നമുക്കൊരു 10 മിനിറ്റൊക്കെ മാക്സിമം കിട്ടുള്ളൂ. ഈ പറഞ്ഞ മഴയും പെയ്തു അങ്ങനെ ആയ പ്രശ്നമായി പോയി കേട്ടോ. ആ ഭംഗി നോക്കി. ഈ ചെക്ക് ഡാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടുക്കിയിലെ പോലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡാമെന്ന് വെച്ചേക്കണേണ്. അപ്പം ഞാൻ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള പ്രദീപേട്ടനോട് ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രദീപേട്ടൻ പറഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെക്ക് ഡാം, ഇങ്ങനെ ചെറിയ ഡാം പണിതിട്ടാണ്. അതായത് മഴക്കാലത്ത് ഇതിൻ്റെ അകത്ത് നിറഞ്ഞിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അല്ലാത്ത സമയം ഈ വേനൽക്കാലത്ത് വെള്ളം അവിടെ കെട്ടിക്കിടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഡാം പണിയണം. അത് ചിലപ്പോൾ കൃഷി ആവശ്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ എന്താ പറയുക കുടിവെള്ള പദ്ധതികൾക്കായിട്ടാവാം. അങ്ങനെ പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് അത് ചെയ്യണത്. അത് കാരണം ഞാനത് അങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ സെയിം സെറ്റപ്പിൽ പല സ്ഥലത്ത് ഇതേപോലെ വെള്ളച്ചാട്ടം ഞാൻ കണ്ടു, ചെറിയ ഡാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് എടുത്ത് ചോദിച്ചത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടി വെക്കും. പക്ഷെ ഒരു വെള്ളത്തൊരു ഫീലായിരുന്നു അവിടെ ചെന്നപ്പോൾ. ഒന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നി. പക്ഷെ നമ്മൾ അതിനല്ലല്ലോ മെയിനായിട്ട് പോയേക്കുന്നത്. അതുകൊണ്ടൊന്ന് മാറ്റി വെച്ചു. എന്തായാലും ഭാവിയിൽ നമ്മൾ ഒരിക്കൽ കൂടി അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കും. അതും കൂടി പറഞ്ഞാണ്. പിന്നെ നിങ്ങളും ആ വഴി പോകണമെങ്കിൽ ഈ പറഞ്ഞ യാക്കരയിലുള്ള ഈ ചെക്ക് ഡാം സന്ദർശിക്കേണ്ടതാണ്. കിടിലം വൈബായിരുന്നത്. അതും കൂടി ഞാൻ പറഞ്ഞു. കണ്ട ഈ ലൊക്കേഷൻ നോക്കി നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ തിരിച്ചിപ്പോൾ കുതിരാൻ അല്ലേ തിരിച്ചു കയറാണ്. നൈറ്റ് വിഷനിലാണ് നമ്മൾ കൊല്ലങ്കോട് പോയി. അവിടെ ഒരു ദിവസത്തെ സ്റ്റേയും വളരെ കാഴ്ചകളും കാണിച്ചു തന്നുണ്ട്. അപ്പോൾ ഈ കുതിരാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും പറയണ്ട പ്രതീക്ഷേട്ടാ? ഒന്നുമില്ല. പക്ഷെ കൊല്ലംകോടിന്റെ ഒരു അടിപൊളി വീഡിയോ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഞങ്ങളൊരു വർക്കിന്റെ ഇടയിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്തത്. എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളാണ് പറയേണ്ടത്. എന്നാൽ അതിന്റെ ഇടയിൽ കൂടി ഇനി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആന്ന് ഓർത്തിട്ടാണ്. അപ്പൊ എല്ലാവരോടും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. അപ്പൊ നമ്മുടെ ഈ കുതിരാന്റെ തുരങ്കം തീരുമ്പോൾ നമ്മുടെ വീഡിയോ തീരുകയാണ് അല്ലേ? താങ്ക് യു ഗൈസ്. അതങ്ങനെ ആ വിഷയം തീർത്തേക്കട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞു ബൈ ഗുഡ് നൈറ്റ്.